ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് ജേക്കബ് മത്തായി എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റാഡൽഫിയയിൽ ചേർന്ന് പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വിഷയം പറയുകയുണ്ടായി. ആ വിഷയത്തിന്റെ വീഡിയോ ദർശിച്ച ശേഷം നമുക്ക് മടങ്ങി വരാം. അതുകൊണ്ട് ദൈവം ഏകനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, പൗലോസ് 1:2 പറയുന്നു, ദൈവം ഒരുവനത്രേ, ദൈവത്തിൽ മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥ. അപ്പോൾ ദൈവം ഒരുവനാണ്, ഏകനാണ് എന്ന് ബൈബിൾ പറയുന്നത്. ഞാൻ അതാണ് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും. പൊതുവെ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഇന്ന് എറണാകുളം ജില്ലയിൽ പുത്തൻകുരിശ് എന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഒരു കർത്താവിന്റെ ദാസനെ കാണാനായിട്ട് വന്നതാണ്. ഈ പുത്തൻകുരിശിൽ ഏതാണ്ട് 40 വർഷങ്ങളായി ഒരു ബൈബിൾ കോളേജ് നടത്തുന്ന ഒരു സാറാണ്. അതിന്റെ ഈ ബൈബിൾ കോളേജിന്റെ സ്ഥാപക പ്രസിഡന്റാണ്. ഇന്ന് ഈ സാറിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുവാനായിട്ടുണ്ട്. തന്റെ ജീവിതാനുഭവം, അതോടൊപ്പം തന്നെ തന്റെ ഉപദേശപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. ജേക്കബ് മത്തായി പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഏക ദൈവം പിതാവാണ്, യേശു ക്രിസ്തു ദൈവമല്ല, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് ദൈവത്വമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. അപ്പോ അദ്ദേഹം ഒരു ക്രിസ്റ്റാഡൽഫിയ എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടായിരുന്നു ഡൽഹിയിലുള്ള കുരുവിള സാർ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വവും കൂടി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ ഈ വിശ്വാസത്തിന്റെ പേരിലുണ്ട്. കാരണം അവർ പറയുന്നു റസൽ മതവുമായി അവർക്ക് യാതൊരു ബന്ധങ്ങളുമില്ല. എങ്കിലും അവരെന്താണ് പറയുന്നത് മുഴുവൻ റസൽ മതങ്ങളിലും അതുപോലെ തന്നെ അറിയൂസ് കക്ഷികൾക്കുണ്ടായ വെളിപ്പാടുമാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു വെറും പുത്രനാണ്, ദാസനാണ്, മധ്യസ്ഥനാണ്, അതേപോലെ തന്നെ ഒരു മനുഷ്യൻ മാത്രമാണ്, അല്ലെ, ദൈവത്തിന്റെ പുത്രൻ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സൃഷ്ടിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവര് ഉന്നയിക്കുന്നത്. അപ്പം ഇവര് ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വചനവിരുദ്ധം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ദൈവത്വമില്ല, അല്ലെങ്കിൽ ദൈവമല്ല എന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നവൻ മഹാദൈവമാണെന്നും, അതുപോലെ തന്നെ 1 യോഹന്നാൻ 5:20 പറയുന്നു അവൻ സത്യദൈവമാണെന്നും. മൂന്നാമത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവന്റെ ദൈവത്വത്തെ അത് കാണിക്കുന്നു. അപ്പോ തൃത്വക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ആളാണ് ആ ഒരു വ്യക്തിത്വത്തിന് ഭാഗമായിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുന്നത് നല്ലതായ ഒരു കാര്യമാണ്. തൃത്വക്കാരുടെ വിശ്വാസം അങ്ങനെയാണ്. അപ്പോ അദ്ദേഹം പറയുന്നു യേശു ക്രിസ്തുവിന് ദൈവത്വമില്ല, യേശു ക്രിസ്തു ദൈവമാകില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ദൈവവചനത്തിൽ എനിക്ക് തോന്നുന്നു തോമസ് അപ്പോസ്തലൻ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കി വിളിക്കുന്നു എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കണം കർത്താവായ യേശു ക്രിസ്തു ആരാണെന്നുള്ള കാര്യം ഇവർക്ക് ഇതുവരെയും വ്യക്തതയില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായ കുഴപ്പമെന്ന് പറയുന്നത്, അല്ലെ. ബൈബിളിൽ നമ്മൾ വെളിപ്പെടുത്തുന്നത് കർത്താവായ യേശു ക്രിസ്തു ആരാണ്, അല്ലെ, വെറും ദൈവപുത്രൻ മാത്രമാണോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8:40 നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. 40-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ ദൈവത്തോട് കേട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായി എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു എന്ന് അവിടെ പറയുന്നു. അപ്പം ആ ഒരു വാക്യത്തിൽ നിന്നും പല ആളുകളുടെയും വിചാരം എന്താണ്? യേശു ക്രിസ്തു കേവലം ഒരു മനുഷ്യൻ മാത്രമാണ്, അവന് ദൈവത്വമില്ല, ഒരു മധ്യസ്ഥത കാണും, അല്ലെങ്കിൽ ഒരു പുത്രനായിരിക്കും
എന്നുള്ള ചിന്തയാണ് 100-98% ആളുകളുടെ മനസ്സിലേക്ക് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ വരുന്നത് എന്നുള്ള കാര്യമാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ അങ്ങനെ ബാക്കി എല്ലായിടത്തും നോക്കുമ്പോൾ അവന് ദൈവത്വമുണ്ട്. അപ്പൊ രണ്ടാമത്തെ ദൈവമാണോ? രണ്ടാമത്തെ ദൈവവുമല്ല. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് ന്യായപ്രമാണത്തിൽ മോശയ്ക്ക് ന്യായപ്രമാണം കൊടുക്കുമ്പോൾ തന്നെ അത് വളരെ വ്യക്തമായ കാര്യമാണ്. അപ്പോ ഇസ്രായേൽ പറയുന്നു അവരുടെ ദൈവം ഏകനാണ്, അല്ലെ? ഇസ്രായേലിലെ കേൾക്ക, നിങ്ങളുടെ ദൈവം ഏകനാണ് എന്ന് മോശ അവരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഞാൻ അതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ സംസാരിച്ചതാണ്. എപ്പിസോഡുകൾ പോയി നോക്കുന്നത് നല്ലതായിരിക്കും, കാരണം കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചതാണ് അതിനെ കുറിച്ചൊക്കെ. അപ്പം കർത്താവ് യേശു ക്രിസ്തു ആരാണ് എന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. അവന് ദൈവത്വം എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ അവൻ എങ്ങനെ ദൈവമാകും, അല്ലേ? പഴയ നിയമത്തിൽ യഹോവയായ ദൈവം പറയുന്നു, എന്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. അപ്പൊ പുതിയ നിയമത്തിൽ തൃത്തക്കാരുടെ അഭിപ്രായത്തിൽ പറയുകയാണ്, രണ്ടാമത്തെ വ്യക്തിത്വത്തിന് മഹത്വം മുഴുവൻ കൊടുത്തു എന്ന അർത്ഥത്തിലാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, മത്തായിയുടെ സുവിശേഷം 1:20 നമ്മൾ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. 1-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫ്, നിന്റെ ഭാര്യയെ മറിയെ ചേർത്തുകൊള്ളാൻ ശങ്കിക്കണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അപ്പൊ അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്, അല്ലെ? ദൈവം ആത്മാവാകുന്നു എന്ന് യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അല്ലെ? നമ്മള് അത് പല ഭാഗങ്ങളിലും നമ്മളത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ദൈവം ആത്മാവാണ് എന്ന് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആത്മാവാണ്, അദൃശ്യനായ ദൈവം, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ എന്ന് ദൈവത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ ആ ദൈവം പരിശുദ്ധ ആത്മാവാണ് എന്ന് പറയുമ്പോൾ ദൈവം ആത്മാവാണ്, അല്ലെ? അതുകൊണ്ടാണ് ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് 3 പ്രാവശ്യം സറാപ്പുകൾ പാടി വാഴ്ത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യെശയ്യാവിന്റെ പുസ്തകത്തില്. അപ്പോ 3 പേരായതുകൊണ്ടല്ല, 3 വ്യക്തിയായതുകൊണ്ടല്ല അങ്ങനെ കാണുന്നത്. അപ്പൊ ഇനി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ഉൽപാദിതമായ ഇത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഒരു ജഡം ധരിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. അതാണ് അവിടെ പറയുന്നത്. ലൂക്കോസ് 2-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. ലൂക്കോസ് 2-ാം അധ്യായം 21-ാമത്തെ വാക്യം. പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപ്പാദിക്കും മുമ്പേ ദൂതൻ പറഞ്ഞ പോലെ അവന് യേശു എന്ന പേർ വിളിച്ചു. ഇതെന്താണ്? ആദ്യം പറഞ്ഞു പരിശുദ്ധാത്മാവിനാൽ ഉൽപാദിതമാണെന്നും, അതുപോലെ തന്നെ ദൂതൻ പറഞ്ഞതുപോലെ ഉൽപ്പാദിക്കും എന്ന് പറഞ്ഞാൽ ദൈവം, ആത്മാവായ ദൈവം ഒരു ജഡമെടുക്കും, അല്ലെ? ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുമ്പോൾ ആ ആത്മാവിന്റെ തന്നെ ശരീരവും, ആ ആത്മാവിന്റെ തന്നെ ദേഹവും, ആ ആത്മാവിന്റെ തന്നെ ദേഹിയും ആയ കർത്താവായി യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ തൃത്വമോ 3 പേരോ ത്രിയേകമോ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ള സത്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലൂക്കോസ് 1:35 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 1:35 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പൊ ആത്മാവായ ദൈവം ജഡമെടുക്കുന്നത് എന്തിനു വേണ്ടി? ഒരു വിശുദ്ധ മനുഷ്യനായിട്ട് വെളിപ്പെടുവാൻ വേണ്ടിയാണ് താൻ ജഡ ശരീരം എടുക്കുന്നു എന്നുള്ള കാര്യം അവിടെ ഇരിക്കുന്ന വിശുദ്ധ പ്രജയാണ്. അപ്പൊ ദൈവം ഒരു വിശുദ്ധ പ്രജയായി ദൈവപുത്രനായിട്ട് വെളിപ്പെടും എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. ആത്മാവായ ദൈവം എന്താണ്? ജഡത്തിൽ വെളിപ്പെടുകയാണ്, മനുഷ്യനായിട്ട് വെളിപ്പെടുകയാണ്. അതാണ് അവിടെ കാണിക്കുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ആ ദൈവത്തിന്റെ തന്നെ ദേഹവും ദേഹിയുമാണ് ആ പറയുന്ന യേശു ക്രിസ്തു, അല്ലെ? ദേഹവും ദേഹിയും എല്ലാം ആ ദൈവത്തിന്റെ, ആ ആത്മാവായ ദൈവത്തിന്റെ ദേഹവും ദേഹിയുമാണ്.
അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് പറയുന്നത്, ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറഞ്ഞതിന്റെ പൊരുൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പൊ അടുത്ത വാക്യം പറയുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 3:22 നമ്മൾ വായിക്കും. 3:22 നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. 3:22 പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? അത് ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു, അല്ലെ? അതിനു മുമ്പ് ഒരു വിശുദ്ധ പ്രജയായിരുന്ന ഒരു സാധാ മനുഷ്യനായിട്ട് ദൈവം വെളിപ്പെടുന്നു. അതിനുശേഷം അവൻ അഭിഷേകം ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെയാണ് 3:22 നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് പരിശുദ്ധ ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവൻ ഇറങ്ങി വന്നു എന്ന് പറയുന്നത് അവന്റെ അഭിഷേകം, ആത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചു എന്ന് കാണുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 10:38 നമ്മൾ വായിക്കുന്നു. 10-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. 38-ാമത്തെ വാക്യത്തിൽ നസറേയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതും എന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കുകയും കൊണ്ട് സഞ്ചരിച്ച വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പൊ ആത്മാവായ ദൈവം തന്റെ ദേഹത്തെയും ദേഹിയെയും എന്ത് ചെയ്തു? തന്റെ ശക്തിയാൽ നിറച്ചു എന്നതിനെയാണ് അത് കാണിക്കുന്നത്, അല്ലെ? അപ്പോ അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ആത്മാവിൽ അവൻ ഉത്ഭവിച്ചു, അല്ലെ? ആത്മാവിനാൽ ഉത്ഭവപ്പെട്ടു, ആത്മാവിൽ ബലപ്പെട്ട് വളർന്നു വന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2:40 നമ്മൾ വായിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 2:40 പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു, കൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു. അപ്പോ ആ ദൈവം, ആത്മാവായ ദൈവത്തിന്റെ മനുഷ്യ പ്രകൃതി അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ആ വിശുദ്ധ മനുഷ്യനായിട്ടുള്ള വെളിപ്പാടിൽ എന്താണ്? ജ്ഞാനത്തിലും ആത്മാവിലും ബലപ്പെട്ടു വന്നു എന്ന് അവിടെ കാണാൻ കഴിയുന്നു, അല്ലെ? ലൂക്കോസിന്റെ സുവിശേഷം 4:1 നമ്മൾ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ലൂക്കോസ് 4:1 1-ാം വാക്യത്തിൽ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അപ്പൊ ആ ദൈവത്തിന്റെ തന്നെ എന്താണ്? ദേഹവും ദേഹിയുമാണ്. അപ്പോ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ ആ ദൈവത്തിന്റെ, ആത്മാവായ ദൈവത്തിന്റെ ദേഹവും ദേഹിയുമാണ്. അതാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞെന്ന് പറഞ്ഞ് അഭിഷേകത്താൽ നിറഞ്ഞ് കടന്നു പോയതിനെ അത് കാണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോ മത്തായി 4:1 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ പിശാചാൽ പരീക്ഷിക്കപ്പെട്ടു. മനുഷ്യനാവുമ്പോൾ പരീക്ഷിക്കപ്പെടും, പരീക്ഷയിൽ അകപ്പെടും, അല്ലെ? ദൈവ മനുഷ്യനായിട്ട് വെളിപ്പെട്ടപ്പോൾ അവൻ ആദ്യ പരീക്ഷയിൽ പിശാചിനാൽ അകപ്പെടുന്ന കാഴ്ച നമുക്ക് 4:1 നമുക്ക് കാണാൻ കഴിയുന്നു. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഇനി പരിശുദ്ധാത്മാവിനാൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. മത്തായിയുടെ സുവിശേഷം 12:28 നമ്മൾ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 28-ാമത്തെ വാക്യം, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു, എങ്കിലും ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. അപ്പം ആത്മാവായ ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് ഈ വിശുദ്ധ മനുഷ്യനായി മാറിയ ഈ കർത്താവായ യേശു ക്രിസ്തു എന്താണ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ദൈവത്തിന്റെ ആത്മാവിലാണ് ചെയ്യുന്നത്. അതായത് ആ ദൈവത്തിന്റെ തന്നെ ദേഹവും ദേഹിയും ആണ് നമ്മൾ മനസ്സിലാക്കണം. ആത്മാവായ ദൈവത്തിന്റെ ദേഹവും ദേഹിയുമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി ആത്മാവിനാൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ആത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു. അപ്പോ നമ്മൾ വായിക്കുമ്പോൾ തന്നെ എബ്രായർ 9:14 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. എബ്രായർ 9-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം,
14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, 14-ാമത്തെ വാക്യത്തിൽ ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കുമെന്ന് അവിടെ കാണുന്നു. അപ്പൊ ആത്മാവിനാൽ ജീവിക്കപ്പെട്ടു എന്ന് 1 പത്രോസ് 3:18 നമ്മൾ വായിക്കുന്നു. അല്ലേ? 1 പത്രോസ് 3:18 ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ട നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തമായി ഒരിക്കൽ കഷ്ടം അനുഭവിച്ച് ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനി ദൈവപുത്രനായ ക്രിസ്തു ദേഹം, ദൈവത്തിന്റെ ദേഹം എന്നുള്ള കാര്യമാണ് 1 പത്രോസ് 2:24 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്. 1 പത്രോസ് 2:24 നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് 1 പത്രോസ് 2:24 നമ്മൾ വായിക്കുന്നു. ഇനി ദേഹിയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. മത്തായി 26:38 നമ്മൾ അതിനെ കുറിച്ച് കാണുന്നുണ്ട്. മത്തായി 26:38 26:38 വാക്യം. 38 വാക്യത്തിൽ നമ്മൾ കാണുന്ന എങ്ങനെയാണ്, എന്റെ ഉള്ളം മരണവേദന പോലെ ദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരുപ്പീൻ എന്ന് അവരോട് പറഞ്ഞത് എന്താണ്? അത് ദൈവത്തിന്റെ ദേഹിയെ കാണിക്കുന്നു, അല്ലെ? ഇനി ആത്മാവിനെ കാണിക്കുന്ന എവിടെയാണ്? ലൂക്കോസ് 23:46 നമ്മൾ വായിക്കുന്നു. 23:46 നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? 46-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, യേശു അത്യുന്നതത്തിൽ പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറയുന്നു. അപ്പോ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം തന്റെ കർത്താവായ യേശു ക്രിസ്തു തന്റെ പ്രവൃത്തിയെല്ലാം ചെയ്തത് എന്താണ്? ദൈവത്തിന്റെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ആ ദൈവത്തിന്റെ തന്നെ ദേഹിയും ദേഹവും ആണ് അവിടെ വെളിപ്പെടുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ പാപരഹിതനായ ഏക മനുഷ്യൻ എന്ന് 1 യോഹന്നാൻ, അല്ലെ, പാപരഹിതനായ മനുഷ്യനെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. 1 യോഹന്നാൻ 3:5 വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. 1 യോഹന്നാൻ 3:5 ദൈവം പാപരഹിതനായ മനുഷ്യനായിട്ട് മാറുന്നു. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി, വളരെ ശ്രദ്ധിക്കണം, എന്ന് നിങ്ങൾ അറിയുന്നു അവനിൽ പാപമില്ല. ദൈവം മനുഷ്യനായിട്ട് പ്രത്യക്ഷനാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഏക മനുഷ്യനെന്ന്, അല്ലെ, ഏക മനുഷ്യൻ, പാപമില്ലാത്ത ഏക മനുഷ്യനായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 5:15 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 5-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപ ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം എന്താണ്? മർക്കോസിന്റെ സുവിശേഷം 15:39 നമ്മൾ വായിക്കുന്നുണ്ട്. മർക്കോസ് 15:39 39-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവന് എതിരെ നിന്ന ശതാധിപൻ അവനെ ഇങ്ങനെ പ്രാണനെ വിട്ടുന്ന കണ്ടിട്ട് ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. അപ്പൊ എന്താണ്? ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാട് പുത്രത്വത്തെ കാണിക്കുന്നു. ആ പുത്രത്വം എന്തിനെയാണ്? മനുഷ്യന്റെ വീണ്ടെടുപ്പിനെ കാണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? യഹോവയുടെ ഭുജം ഭരണം നടത്തുമെന്നൊക്കെ ഈ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം
ഈ പക്ഷാപാതം ചെയ്യുന്നൊക്കെ പറയുമ്പോഴത്തേക്കും യഹോവയുടെ വലത് ഭാഗം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പല ആളുകളുടെയും ചിന്ത അതാണ്. കാരണം ദൈവത്തിന്റെ വലത് ഭാഗത്ത് യേശു ക്രിസ്തു ഇരിക്കുന്നു എന്നുള്ളതല്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വലത് കരം നമുക്ക് വേണ്ടി പക്ഷാഘാതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ വീണ്ടെടുക്കുന്ന കരം മനുഷ്യനായി വെളിപ്പെട്ടു. ആ വലത് കരം നമുക്കായി മനുഷ്യനായി വെളിപ്പെട്ടു എന്നുള്ളതാണ് അത് കാണിക്കുന്നത് എന്നുള്ള കാര്യം ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ജേക്കബ് ബത്തായി സാർ പറഞ്ഞത് ദൈവവചന വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഓർപ്പിച്ചുകൊണ്ട് ഈ വചനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഈ വീഡിയോകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.